പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കെ ഹർഷിന ഇന്ന് ജോലിയിൽ പ്രവേശിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ ആശുപത്രിയിൽ ഓഫീസ് അറ്റൻഡന്റായാണ് നിയമനം. ഹർഷിനയുടെ പ്രസവ ശസ്ത്രക്രിയ നടന്നത് ഇതേ ആശുപത്രിയിലായിരുന്നു. ഹർഷിന മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് ജോലി നൽകിയുള്ള ഉത്തരവിറങ്ങിയത്. 24 ആണ് ഹർഷിനയുടെ ദുരിതം ആദ്യം പുറം ലോകത്ത് അറിയിച്ചത്. കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ ചേരുന്നുണ്ട്. ദിലിഷ, ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഹർഷിന പറഞ്ഞത് പ്രതീക്ഷയുണ്ട്, മുഖ്യമന്ത്രിയെ കാണും, ആരോഗ്യമന്ത്രിയെ കാണുമെന്നാണ്. ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗത്തിന് മുന്നേ തന്നെ പറഞ്ഞു അക്കാര്യത്തിൽ ഇന്ന് ചർച്ചയുണ്ടാകുമെന്ന് മാത്രമാണ്. പക്ഷേ അനുഭാവപൂർണമായ തീരുമാനം ഇത്ര വേഗത്തിൽ ഒരു ജോലി നൽകലിലേക്ക് എത്തുമെന്ന് ഹർഷിന പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്രതീക്ഷിതമായിരുന്നു അതിവേഗത്തിലുള്ള ആ തീരുമാനം. എപ്പോഴാണ് ഹർഷിന ജോലിയിൽ ചുമതലയേൽക്കുക? ഗോകുൽ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഹർഷിനയെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള ദിവസമാണെന്ന്. കാരണം നമുക്കറിയാം 2017 മുതൽ തുടങ്ങിയ പോരാട്ടമാണ്, വർഷങ്ങൾ നീണ്ട പോരാട്ടം, നീതി തേടിയുള്ള. അത് ഇപ്പോൾ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ അവിടെ വെച്ച് തന്നെയാണ് ഹർഷിനയുടെ 3ാം പ്രസവ ശസ്ത്രക്രിയ നടക്കുന്നത്. ഈ ശസ്ത്രക്രിയക്കിടെയാണ് 2017 നവംബറിൽ ഹർഷിനയുടെ വയറ്റിൽ കത്രിക മറന്നു വെക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 5ഓളം ശസ്ത്രക്രിയകൾ ഇതിന്റെ ഭാഗമായിട്ട് ഹർഷിന നടത്തേണ്ടി വന്ന, ഒരുപാട് വേദനകൾ സഹിച്ചു. അങ്ങനെ ഹർഷിന സമരമുഖത്തായിരുന്നു. കഴിഞ്ഞ സർക്കാരിൽ നിന്നും നേരിട്ട അവഗണന, അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയെ, പുതിയ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെ നേരിട്ട് കാണാൻ വേണ്ടി ഹർഷിന ഇന്നലെ തിരുവനന്തപുരത്ത് എത്തുകയും ഈ അവഗണന നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഹർഷിനയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ ആശുപത്രിയിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടാണ് നിയമനം. ഹർഷിന ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കും. എന്തായാലും മാത്രമല്ല, ഹർഷിനയ്ക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാര തുക അതും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വൈകാതെ തന്നെ അതും നൽകുമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. എന്തായാലും വളരെ വർഷങ്ങൾ നീണ്ടൊരു പോരാട്ടം തന്നെയായിരുന്നു. നമുക്കറിയാം, അത് ഹർഷിന ഒരുപാട് കാലം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലും സമരമുഖത്ത് ഇരുന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുൻ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലുമെല്ലാം ഒരുപാട് സമരം ഇരുന്നതാണ്. എന്നാൽ പോലും ആ ഒരു വിഷയത്തിൽ ഹർഷിനയ്ക്ക് അർഹിക്കുന്ന ഒരു നീതിയോ നഷ്ടപരിഹാര തുകയോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്തായാലും ഇന്ന് ഹർഷിന ജോലിയിൽ പ്രവേശിക്കുമെന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. ശരി, ദിലിഷ തിലകനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.